എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കേട്ടാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സക്സസ് ആവാമെന്ന് കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫെയിലിയർ ടു സക്സസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും ഒരു ബിസിനസ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പം ജീവിതത്തിൽ ഒരു പരാജയത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് സക്സസ് ആവാന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് ചിലവർക്ക് മാത്രമേ ആ ഒരു ആഗ്രഹം സഫലമാവൂ. നമുക്ക് എങ്ങനെ ആ ജീവിതത്തിൽ സക്സസിലേക്ക് എത്താൻ പറ്റും? അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് പറയാം. തോമസ് ആൽവ എഡിസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം എന്താണ് നമ്മളെ ജീവിതത്തിൽ ഒരു പ്രകാശം പരത്തിയ ഒരാളാണ്. എങ്ങനെയാണ് അദ്ദേഹം നമുക്ക് പ്രകാശം പരത്തുന്നത്? നമ്മൾ ലൈറ്റ് കണ്ടുപിടിച്ച ഒരാളാണ് തോമസ് ആൽവ എഡിസൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി അറിയാം. അപ്പൊ നമുക്ക് ആ സ്റ്റോറി ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തു പോയാലോ? അപ്പൊ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു സക്സസിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാല് അദ്ദേഹം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പഠനത്തിലൊക്കെ ഒരുപാട് പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സും ഹെഡ് മാഷും അതുപോലെ എല്ലാവരും പറഞ്ഞു അദ്ദേഹം അങ്ങനെ പഠിക്കില്ല, അങ്ങനെ അത്ര കൊള്ളില്ല. പക്ഷെ അദ്ദേഹത്തിന് മനസ്സതൊന്നും തളർത്തില്ല. അദ്ദേഹം മുന്നോട്ട് പോയി. എനിക്ക് പറ്റുന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷെ അദ്ദേഹത്തെ ഒരുപാട് പേര് തളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷെ ആ ഒറ്റപ്പെടലുകളിലൊന്നും അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അദ്ദേഹം വീണ്ടും പരിശ്രമിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ ആ ഒരു സ്കൂൾ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. പിന്നെ അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു അദ്ദേഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ ഒരു പഠനകാലം. അങ്ങനെ പഠിപ്പിച്ച് അദ്ദേഹം പിന്നെയും ആ ഒരു ലൈഫിൽ അദ്ദേഹത്തിന് സക്സസ് ആവാൻ പറ്റാതിരുന്നു. അദ്ദേഹം ഓരോ പരീക്ഷണങ്ങൾ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി. എന്നിട്ടും അദ്ദേഹത്തിന് നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഒരുപാട് പരിഹാസങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നശിപ്പിക്കുന്നത്? എനിക്ക് നല്ലൊരു ലൈഫ് ഇല്ലേ? നീ നന്നായിട്ട് പഠിക്കേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടാണ് അദ്ദേഹം നമുക്കിപ്പോ ഒരു പ്രകാശം എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ച ഇദ്ദേഹമാണ് തോമസ് ആൽവ എഡിസൺ ആണ്. അദ്ദേഹം ആ ഒരു സത്യത്തിലേക്ക് എത്തിയ അദ്ദേഹത്തിന്റെ മനസ്സ് അത്രയും ഒരു മനഃശക്തി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പേര് തളർത്താൻ നോക്കിയിട്ടുണ്ട്, നാട്ടുകാരും എല്ലാവരും. പക്ഷെ അദ്ദേഹം അതിനൊക്കെ മുന്നോട്ട് വന്ന് അദ്ദേഹം ഈ ഒരു സക്സസ് ലൈഫിലേക്ക് അദ്ദേഹം എത്തി. ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് തോമസ് ആൽവ എഡിസൺ. അപ്പൊ അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് വന്ന് ഒരു സക്സസ് ലൈഫിലാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റും ഈ ഒരു സ്റ്റോറിയിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഒരു പ്രകാശം പരത്താൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള അടുത്തടുത്ത ഓരോ സ്റ്റോറികളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.